എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളും വിഐപികളും തങ്ങളുടെ യാത്രകൾക്കായി ഈ ഒരു വിമാനത്തെ മാത്രം വിശ്വസിക്കുന്നത്? വേഗതയുടെയും ആഡംബരത്തിൻ്റെയും അവസാന വാക്കായിരുന്ന ലിയജറ്റ് 45. ഈ അടുത്ത കാലത്ത് ബാരാമതിയിലുണ്ടായിരുന്ന ദാരുണമായ അപകടം ഈ വിമാനത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ എന്താണ് ഈ വിമാനത്തിൻ്റെ യഥാർത്ഥ കരുത്ത്? ബിസിനസ് ജെറ്റുകളുടെ ലോകത്തെ ഈ ഇതിഹാസത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. 1990കളിൽ ബോംബാർഡിയർ പുറത്തിറക്കിയ ലിയജറ്റ് 45 ഒരു ക്ലീൻ ഷീറ്റ് ഡിസൈനാണ്. അതായത് പഴയ മോഡലുകളിൽ മാറ്റം വരുത്താതെ പൂർണ്ണമായും പുതിയതായി ഡിസൈൻ ചെയ്ത ഒന്ന്. ഇതിൻ്റെ ഓവൽ ഷേപ്പ് ഉള്ള ബോഡി യാത്രക്കാർക്ക് കൂടുതൽ സ്ഥല സൗകര്യം നൽകുന്നു. കൂടാതെ ചെറിയ ജെറ്റുകളിൽ സാധാരണ കാണുന്ന തടസ്സങ്ങളില്ലാത്ത നിരപ്പായ തറയാണ് ഇതിനുള്ളത്. ഇത് യാത്രക്കാർക്ക് വിമാനത്തിനുള്ളിൽ സുഖകരമായ ചലനം ഉറപ്പാക്കുന്നു. ഇതിൻ്റെ സാങ്കേതിക മികവ് ഒന്ന് പരിശോധിക്കാം. വേഗത മണിക്കൂറിൽ 860 കിലോമീറ്റർ. ഇതുകൊണ്ടാണ് പൈലറ്റുമാർ ഇതിനെ പോക്കറ്റ് റോക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഉയരം 51,000 അടി. സാധാരണ യാത്രാ വിമാനങ്ങൾക്കും വളരെ മുകളിലൂടെ മോശം കാലാവസ്ഥകളെ മറികടന്ന് പറക്കാൻ ഇതിന് സാധിക്കും. എഞ്ചിൻ 2 കരുത്തുറ്റ ഹണിവെൽ TFE 731 ടെർബോഫാൻ എഞ്ചിനുകളാണ് ഇതിൻ്റെ ഹൃദയം. ലാൻഡിംഗ് റൺവേയിൽ തൊടുമ്പോൾ യാത്രക്കാർക്ക് വലിയ കുലുക്കം അനുഭവപ്പെടാത്ത വിധം സ്മൂത്ത് ലാൻഡിംഗ് നൽകുന്ന ട്രെയിലിംഗ് ലിങ്ക് ലാൻഡിംഗ് ഗിയറുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കോക്പിറ്റിൽ പൈലറ്റുമാർക്ക് വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന ഹണിവെൽ പ്രൈമസ് 1000 ഡിജിറ്റൽ ഡിസ്പ്ലേ സംവിധാനങ്ങളാണ് ഉള്ളത്. 8 പേർക്ക് രാജകീയമായി ഇരുന്ന് യാത്ര ചെയ്യാവുന്ന ഈ ജെറ്റിൽ കോൺഫറൻസ് ടേബിളുകളും മികച്ച ലഗേജ് സൗകര്യങ്ങളും ലഭ്യമാണ്. സ്പീഡും ലക്ഷറിയും ഒരുപോലെ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലും മികച്ച ഒരു ഓപ്ഷൻ വിപണിയിൽ ഇല്ല. 2021 ലിയജറ്റ് ബ്രാൻഡിൻ്റെ ഉൽപ്പാദനം ഔദ്യോഗികമായി അവസാനിച്ചെങ്കിലും ഇന്നും ആകാശത്തെ വേഗതയുടെ പര്യായമായി ലിയജറ്റ് 45 തുടരുന്നു. ഏതൊരു അത്യാധുനിക യന്ത്രത്തെയും പോലെ ലിയജറ്റിനും വെല്ലുവിളികളുണ്ട്. മൂടൽമഞ്ഞും കാറ്റും നിറഞ്ഞ സാഹചര്യങ്ങളിൽ ഈ വിമാനം നിയന്ത്രിക്കുക എന്നത് പൈലറ്റിന് വലിയൊരു പരീക്ഷണം തന്നെയാണ്. സാങ്കേതികമായി എത്ര മികച്ചതായാലും പ്രകൃതിയുടെ ചില പ്രതിഭാസങ്ങൾക്ക് മുന്നിൽ ഈ കരുത്തിനും പതറിപ്പോയേക്കാം. ബാരാമതിയിലെ അപകടം നമ്മെ വേദനിപ്പിക്കുമ്പോഴും ഏവിയേഷൻ ചരിത്രത്തിൽ ഈ വിമാനത്തിന് എന്നും തനതായ ഒരിടമുണ്ടാകും. ഈ വിമാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.